എനിക്കൊരബദ്ധം പറ്റി എന്ന് പറഞ്ഞാൽ മതി. അബദ്ധമായിരിക്കും. എന്താ പറ്റിയത്? ഞാൻ പിടിച്ചു. എന്താ ഉറക്കം വരുന്നു. ആ ഇൻസ്പെക്ഷൻ ഒരു സ്ക്വാഡായിരുന്നു. ഞങ്ങള് കൊച്ചി ഫുഡ് സേഫ്റ്റി ഓഫീസറും എന്റെയും സ്ക്വാഡായിരുന്നു അന്ന് അവിടെ. എന്റെ അമ്മേ, ഇങ്ങനെ ഒരു കല്ല് വെച്ചാ നുണ ബോംബ് വീണവലായിപ്പോയി ഞാൻ. സിന്തറ്റിക് കളേഴ്സ് എന്ന് പറയും. സിന്തറ്റിക് ഫുഡ് കളേഴ്സ് സിന്തറ്റിക് ഡൈകളിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്, പെട്രോളിയം ഡൈകളിൽ നിന്ന്. എന്തെങ്കിലും മനസ്സിലായോ? എന്താ മനസ്സിലായി? എല്ലാം മനസ്സിലായി. ഇത്തരം കളേഴ്സ് നോൺ വെജ് ഫുഡ് ഐറ്റംസില് നിയമപ്രകാരം ഇടാനായിട്ട് അനുമതിയില്ല. മട്ടൻ, ചിക്കൻ, ആ ബീഫിന്റെ കളർ എന്നെ ഹഠാതെ ആകർഷിച്ചു. സത്യമാണോ? അയ്യോ, ഞാൻ ഇന്ന് വരെ എന്തെങ്കിലും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇത് മാത്രമാണെന്ന് വിചാരിച്ചാൽ മതി. എന്നാലും നീ എങ്ങനെയാടാ എക്സലൈറ്റ് ആയത്? എന്നോടൊരു ഷവർമ കമ്പനിയുടെ ഓണർ വിളിച്ചിട്ട് പറഞ്ഞു, ദയവേത് ഞങ്ങളുടെ ഒരു വീഡിയോ ചെയ്യണം. അത് 50 രൂപയുടെ ഷവർമയായിരുന്നോ അതോ മുത്തുകോഴി? പെയ്ഡ് പ്രൊമോഷന് വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. പെയ്ഡ് പ്രൊമോഷന് വേണ്ടി വിളിക്കുന്നവരോടൊക്കെ വലിയൊരു സംഖ്യ പറയും. എന്റെ വിശ്വാസായില്ലേ? നിങ്ങൾ പറയുന്ന വിശ്വസിക്കല്ലാതെ ഇതിന്റെ കണക്കെടുക്കാൻ നോക്കൂ. എന്നിട്ട് മിക്കവാറും അവർ ഒഴിവാക്കും. എന്നിട്ടും അവര് നിർബന്ധിച്ച് ചെയ്യുകയാണെങ്കിൽ വളരെ അപൂർവമായിട്ട് ചെയ്യും. അലിഖാൻ, ഇന്നത്തെ ഭക്ഷണം ഉണ്ടല്ലോ, അതെ, തകർത്തിട്ടുണ്ട്. വീട്ടിൽ വെച്ച പോലുണ്ട്. അതായത് 890 ചില്ലറ ബ്ലോഗുകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൽ 1% പോലും പെയ്ഡ് പ്രൊമോഷൻ ഇല്ല. ഈ വലിയ മനസ്സ് എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. ഇല്ല, പെയ്ഡ് പ്രൊമോഷൻ ഇല്ല. 1% പോലും ഇല്ല. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1% താഴെ കണ്ടേക്കും. മൂക്കി തൊടാ ഇങ്ങനെ തൊട്ടാ പോരെ, ഇങ്ങനെ ചുറ്റണം. ഫ്രോഡുകൾക്ക് ഈ രാജ്യത്ത് രക്ഷയുള്ളൂ. എന്നിട്ടും എന്തുകൊണ്ട് സാറ് രക്ഷപ്പെടുന്നില്ല എന്ന് ചോദിച്ചാൽ സാറിന്റെ ഫ്രോഡ് പണികൾ സന്ദർഭത്തിനൊത്തു എരുന്നില്ല എന്ന് ഞാൻ പറയും. അല്ല, എന്താ ഇവിടെ ഇരിക്കുന്നേ? ഊണ് കഴിക്കണ്ടായോ? ഊണ് കഴിക്കണ്ട, എന്റെ പൊന്നോ മതി, അല്ലാതെ തന്നെ വയറ് നിറഞ്ഞിരിക്കുക.